ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചക്ക മുറിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മളെ വെരിക്കപ്ലാവ്. കണ്ടോ, താഴത്തതൊന്നും മൂത്തിട്ടില്ല. ഏകദേശം ചക്കേൻ്റെ സീസണെല്ലാം കഴിയാറായി. എല്ലാം ഒരുവിധം തീർന്നു. ഇനി 4-5 ചക്കയും കൂടെ ബാക്കിയുള്ളൂ. അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പഴുത്ത ചക്കേൻ്റെ മണം പോലെ തോന്നി. അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് ചക്ക പറിച്ചിട്ട് തരാൻ പറഞ്ഞു. ഏട്ടൻ ഏണിയെല്ലാം വെച്ച് ചക്ക പറിച്ച് താഴെ ഇട്ടു. അപ്പോഴത്തേക്കും ഭയങ്കര മഴ വന്നു. ഏട്ടൻ ഒറ്റ ഓട്ടം ചക്ക എടുക്കാണ്ട് ഒറ്റ ഓട്ടം. പിന്നെ മഴ കുറച്ച് മാറുമ്പം പോയിട്ട് ചക്ക എടുത്തു. അപ്പോഴത്തേക്കും ചക്ക കുറച്ച് പഴുത്ത മണം ഉണ്ടായിരുന്നു, പഴുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടോ, ഇതാണ് നമ്മളെ വെരിക്കപ്ലാവ്. 2 വെരിക്കപ്ലാവും ഒരു പഴംപ്ലാവുമാണ് നമ്മളെ പറമ്പിലുള്ളത്. താഴത്തതെല്ലാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. അത് മൂത്തിട്ടില്ല, ശരിക്കും മൂക്കാനാവുന്നതേ ഇല്ലു. അപ്പോൾ ഇതാണ് നമ്മളെ ചക്ക മുറിക്കുന്ന കത്തി. നിങ്ങൾ ഇങ്ങനത്തെ കത്തി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെല്ലാം ഇതുപോലത്തെ കത്തിയുണ്ട്. പലക കത്തി എന്ന് അതിനെ പറയാം. അപ്പം നമുക്ക് ചക്കേനെ 2 പീസാക്കി എടുക്കാം. നല്ല എളുപ്പമാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടാവും, ഇതെങ്ങനെപ്പോൾ ഇങ്ങനെ മുറിക്കുന്നു എന്നെല്ലാം തോന്നുന്നുണ്ടാവും. പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നമുക്കിതെല്ലാം പ്രാക്ടീസായി ഇരുന്ന് മുറിക്കാൻ പറ്റുന്ന നല്ല കത്തിയാണിത്. അങ്ങനെ 2 പീസാക്കി കഴിഞ്ഞ ശേഷം പിന്നെ അതിൻ്റെ വെളിഞ്ഞറെല്ലാം ഒരു പേപ്പർ എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തു. പിന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയെല്ലാം നല്ലപോലെ പുരട്ടിയിട്ട് ബാക്കിയുള്ള ചക്കയെല്ലാം കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് നമുക്ക് എടുക്കാം. സ്റ്റാർട്ടിങ്ങിലേ വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ അതൊന്ന് 2 പീസാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 2 പീസാക്കിയതിന് ശേഷം ഞാൻ കയ്യിൽ നല്ലപോലെ വെളിച്ചെണ്ണ തേച്ചു. ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് എടുക്കാം. കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം തോന്നും ഇത് എങ്ങനെയപ്പോൾ ഇങ്ങനെ മുറിക്കുന്നതെന്നല്ലേ. പക്ഷേ വളരെ എളുപ്പമാണ് കേട്ടോ. കൊത്തി ബാക്കത്തി എടുത്തിട്ട് കൊത്തി തറച്ച് മുറിക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ കുരു ഒന്നും മുറിയാതെ നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഇതാ കരിമുള് നേർക്കനെ ഒന്ന് കീറിയെടുക്കുക, ഉള്ളിലോട്ട് മുട്ടാണ്ട്. എന്നിട്ട് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുരു ഒന്നും പീസായിട്ട് പോവില്ല. അപ്പം നമുക്ക് കുരുകളെല്ലാം സൂക്ഷിച്ച് വെക്കാനും പറ്റും. മുറിഞ്ഞ കുരു ആകുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റൂലല്ലോ. ഇനി ഇതിൻ്റെ മൂക്കെല്ലാം ഒന്ന് ചെത്തിയിട്ട് എടുക്കുക. ഞാൻ മൂക്കുന്നാന്ന്, ചക്കേൻ്റെ മൂക്കുന്നാന്ന് ഇങ്ങോട്ടൊക്കെ പറയാം കേട്ടോ. നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. ചിലവർ കൂഞ്ഞൽ എന്ന് പറയും, പല പേരിലും പല സ്ഥലത്തും പറയും. നമ്മുടെ ഇങ്ങോട്ട് ചക്കേൻ്റെ മൂക്കെന്നാണ് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മുറിച്ച ഉടനെ ഞാനൊരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കി. നല്ല മധുരം, നല്ല ചക്കയാണ്, തേൻവരിക്ക ചക്കയാണ്. മഴ പെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല, വെള്ളം കയറിയിട്ടുമില്ല, ഒന്നുമില്ല. അങ്ങനെ എല്ലാം ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാം നമുക്ക്. നിങ്ങളെ നാട്ടിലെല്ലാം ഇപ്പോൾ ചക്കയെല്ലാം തീർന്നിട്ടുണ്ടാവും അല്ലേ. ഇപ്പം എല്ലായിടത്തും ഒരുവിധം തീർന്നു. അങ്ങനെ എല്ലാം കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഞങ്ങൾ ചക്ക മുറിക്കുന്നത്, കണ്ട. പിന്നെ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് അത് ചുള എടുത്ത് കഴിക്കാനും നല്ല എളുപ്പമാണ്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ആ വെളിഞ്ഞറെല്ലാം ഒന്ന് വേറൊരു ചക്കേൻ്റെ മടലെടുത്തിട്ട് ഒന്ന് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാം. വെളിഞ്ഞറ് കൈക്ക് പറ്റൂലല്ലോ എന്നാൽ. ഇനിയിപ്പം അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നും ചുളയാക്കിയിട്ട് എടുക്കാം. ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാമല്ലേ വിഭവങ്ങൾ. ചക്കേൻ്റെ അപ്പം ഉണ്ടാക്കാം, ചക്കേൻ്റെ പായസം ഉണ്ടാക്കാം, ചക്കേൻ്റെ പപ്പടം ഉണ്ടാക്കാം. ചക്കക്കാലം വന്നാൽ ചക്ക കൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളും വീട്ടിലെന്നും. അപ്പം ഞാനും ഏട്ടനും കൂടെ എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ വെളിഞ്ഞറെല്ലാം കളഞ്ഞ് ഓരോരോ ചുളയായിട്ട് എടുത്തിട്ട് കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് കണ്ടോ, ഇത്ര പോരെ ബാക്കിയുണ്ട്. ഇത് നമുക്ക് ചക്കേൻ്റെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാനെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചക്കയെല്ലാം തിന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി കുറച്ചുണ്ടായിരുന്നു, അത് ഏട്ടൻ മുറിച്ചെടുത്ത്. അതിൻ്റെ മടലെല്ലാം മുറിച്ചെടുത്തിട്ട് പോത്തുണ്ട്, നമുക്ക് പോത്തിന് കൊടുക്കാൻ റെഡിയാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബും ചെയ്യണേ.